ഞങ്ങൾ യുദ്ധമുഖത്ത് നിന്ന് മാറി സാധാരണ പൗരന്മാർ പാർക്കുന്നിടത്ത് കുറച്ച് കുട്ടികളെ കൊന്നുപോയിട്ടുണ്ട്. പ്രവാചകന്റെ മുഖം മുൻപൊരിക്കലും ഇല്ലാത്ത വിധം വിവർണമാവുകയും വല്ലാത്ത രോഷം ആ മുഖത്ത് നിഴലിക്കുകയും ചെയ്തു. സ്വഹാബികൾ അതിശക്തമായ ഒരു ശാസനയെ ഭയന്നു. എന്തേ നിങ്ങൾ അങ്ങനെ ചെയ്തത്? ഒരിക്കലും ശത്രുപക്ഷത്തെ പട്ടാളക്കാരെയല്ലാതെ, സായുധരായി വരുന്ന സൈനികരെ അല്ലാതെ, അവിടുത്തെ സിവിലിയൻസിനെ, സാധാരണ പൗരന്മാരെ, അവിടുത്തെ വൃദ്ധരെ, വികലാംഗരെ, സ്ത്രീകളെ, കുട്ടികളെ തൊടാൻ പോലും പാടില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? അതിനവർ പറഞ്ഞ മറുപടി, ഇന്നഹും സിബിയത്തുൽ മുശ്രിക്കീൻ, അവർ ബഹുദൈവ വിശ്വാസികളുടെ, ബഹുദൈവാരാധകരുടെ മക്കളാണ്, അതുകൊണ്ടാ കൊന്നത്. അപ്പ പറഞ്ഞതാണ് നബി തിരുമേനി വിശ്വപ്രസിദ്ധമായ ആ വചനം, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹ് യുഹവ്വിദാനി വയുനസ്സിറാനിഹി വയുമജ്ജിസാനി. ഏത് ശിശുവും ജന്മം കൊള്ളുന്നത് ശുദ്ധ പ്രകൃതത്തിലാണ്. തുടർന്ന് അവന്റെ മാതാപിതാക്കളാണ് അവനെ ജൂതനോ ക്രിസ്ത്യാനിയോ അഗ്നി ആരാധകനോ ആക്കി മാറ്റുന്നത്. ഈ ഹദീസ് പ്രശസ്തമാണല്ലോ, പക്ഷെ അതിന്റെ പശ്ചാത്തലം മേൽ പറഞ്ഞതാണ്. പ്രവാചകൻ വളരെ കർക്കശമായി ഇനി ഒരിക്കലും അതിന് ഒരാവർത്തനം ഉണ്ടാകാത്ത തരത്തിൽ ശാസിക്കുകയും അവരെ അള്ളാഹുവിന്റെ ദീനിന്റെ മഹത്വവും പടച്ച തമ്പുരാന്റെ പരലോകത്തെ നരകവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താക്കീത് നൽകുകയും ചെയ്തു. അതാണ് ഇസ്ലാം. ഈലിയാ ഉമർ റളിയല്ലാഹു അൻഹു സന്ദർശിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അവിടുത്തെ ക്രൈസ്തവ സുഹൃത്തുക്കൾ, ആ നാട്ടിലെ ക്രൈസ്തവ സുഹൃത്തുക്കൾ എന്താണാവോ ഉമർ പറയുന്നത് എന്നൊക്കെ അറിയാൻ കൗതുകത്തോടുകൂടി കാതോർത്ത് നിൽക്കുമ്പോ, നമസ്കാരത്തിന് നേരമായപ്പോ അയിന ഉസല്ലി, ഞാൻ എവിടെ നമസ്കരിക്കുമെന്ന് ചോദിച്ചതിന് ബിത്രീഖ് അവിടുത്തെ പാത്രിയാർക്കീസ് പറഞ്ഞത്, നിങ്ങൾക്ക് ഈ കനീസത്തുൽ ഖിയാമ എന്ന താങ്കൾ ഇപ്പോൾ നിൽക്കുന്ന ഈ പള്ളിക്കകത്ത് നമസ്കാരം നിർവഹിക്കാമെന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു നമസ്കരിച്ചില്ല. തൻ്റെ കയ്യിലൊരു കല്ല് പിടിച്ച് ആ കല്ല് ആവുന്നത്ര ഊക്കിലെറിഞ്ഞ് കല്ല് പോയി പതിക്കുന്നിടത്ത് മാത്രം നമസ്കരിക്കുകയും, ക്രൈസ്തവ സുഹൃത്തുക്കൾ ആരാധിച്ചു വരുന്ന, അവർ പ്രാർത്ഥിച്ചു വരുന്ന ഒരാരാധനാലയം, അവരുടെ ദേവാലയം, അത് ഉമർ റളിയല്ലാഹു അൻഹു നമസ്കരിച്ച ഇടമാണെന്ന വാദമുഖമുയർത്തി പിന്നീട് ആവേശക്കാരോ അവിവേകികളോ ആയ മുസ്ലിങ്ങൾ അവകാശവാദം ഉന്നയിക്കുവാൻ ഇടവരാതിരിക്കണം എന്ന നിർബന്ധത്താൽ അദ്ദേഹം കനീസയിൽ നിന്ന് ഒഴിഞ്ഞു മാറി കനീസത്തുൽ ഖിയാമ എന്ന പേരിലുള്ള ആ ചർച്ചിൽ നിന്ന് ഇറങ്ങി നടന്ന് കല്ല് പോയി വീണ ഭാഗത്ത് നമസ്കരിച്ചത് ഇസ്ലാം നൽകുന്ന ചരിത്രം. ഇപ്പോഴത്തെ സമാധാനം മാത്രമല്ല, ഇനി കുറെ കാലങ്ങൾ കഴിഞ്ഞ് ഈ ലോകത്ത് സമാധാനത്തിന് ഭംഗം വന്നേക്കും എന്ന് തോന്നിയാൽ ആ സമാധാന ഭംഗത്തിന് ദീർഘദർശിത്വത്തോടെ തടയിടാൻ, അതിന് തടയണ തീർക്കാൻ മുസ്ലിം ഭരണാധികാരികൾ വളരെ കാര്യമായി ശ്രദ്ധിച്ചു പോന്നിരുന്നു എന്നതിന്റെ പ്രമാണത്തിലേക്കാണ് ഞാൻ ഈ സംഭവം ഉദ്ധരിച്ചത്. ലക്കും മാലന വഅലൈക്കും അലൈന, ഞങ്ങൾക്ക് എന്തൊക്കെ അവകാശമുണ്ട് എന്ന ചോദ്യത്തിന് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതൊക്കെ നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ഞങ്ങൾക്ക് ബാധ്യതയുള്ള കാര്യങ്ങൾ ഈ ഇസ്ലാമിക സമാജ സംവിധാനത്തോട്, ഈ സാമൂഹ്യ വ്യവസ്ഥിതിയോട് തീർച്ചയായും നിങ്ങൾക്കും കടപ്പാടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതും ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പോ അപരൻ ഏത് മതവിശ്വാസി എന്ന് നോക്കാതെ, അയൽക്കാരൻ ഏത് ജാതിയിൽ പിറന്നവൻ എന്ന് തിരക്കാതെ, അന്യ നാട്ടുകാരോട് പോലും അടുപ്പക്കുറവ് കാണിക്കാതെ, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും മതസ്ഥരെയും ഒരുപോലെ കണ്ടും ഒരു നാഴിയിൽ അളന്നും ഏവർക്കും തുല്യമായ നീതി പകുത്തുകൊടുത്തും ലോകത്ത് ന്യായം സ്ഥാപിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു മതത്തിന്റെ അനുയായികളിൽ പിൽക്കാലത്ത് ഭീകരതയും തീവ്രവാദവും ആരോപിക്കപ്പെട്ടുവെങ്കിൽ അതൊരു പക്ഷേ ചരിത്രത്തിന്റെ വിധി വൈപരീത്യം, അതുമല്ലെങ്കിൽ
ഇസ്ലാമിനെതിരിലുള്ള ആഗോള സ്വഭാവമുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലം. ഒരുപക്ഷെ സോവിയറ്റ് യൂണിയന്റെ പതനത്തെ തുടർന്ന് പാശ്ചാത്യർ ഒരു ശത്രുവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുകയും ആ ശത്രു ഇസ്ലാമും മുസ്ലിങ്ങളുമാകട്ടെ എന്ന് ശഠിക്കുകയും ചെയ്തതിന്റെ അപകടകരമായ പ്രത്യാഘാതങ്ങളും ആ പ്രത്യാഘാതത്തെ വാനോളം വളർത്തി വലുതാക്കി രാക്ഷസീയമായ രീതിയിലേക്ക് അപകടകരമായ വിധം അതിനെ വികസിപ്പിച്ചെടുത്ത മാധ്യമങ്ങളുടെ സ്വഭാവങ്ങളും എല്ലാ രാജ്യത്തും അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഏത് സ്ഫോടനത്തിന്റെയും അപകടത്തിന്റെയും ഏത് ഭീകരാക്രമണത്തിന്റെയും പിറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ളത് മുസ്ലിങ്ങളായിരിക്കും എന്ന പ്രവചനവും പ്രഖ്യാപനവും എല്ലാം ഒരു കള്ളക്കൂട്ടുകെട്ടിന്റെ സ്വാഭാവികമായ സാമൂഹ്യ പ്രതിഫലനം തന്നെയാണ്. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. ഇസ്ലാം എപ്പോഴും പറയുന്ന ഒരു സംഗതിയുണ്ട്. യുദ്ധം അനുവദിച്ചത് കൃത്യമായ വ്യവസ്ഥിതി, കൃത്യമായ രാഷ്ട്ര സംവിധാനം, കൃത്യമായ സൈനിക സംവിധാനം നിലവിൽ വന്നതിന് ശേഷം മാത്രമാണ് എന്നിരിക്കൽ തന്നെ തുർഹിബൂന ബിഹി അദുവല്ലാഹി വഅദുവക്കും, നിങ്ങളുടെയും അള്ളാഹുവിന്റെയും ശത്രുക്കളെ ഭയപ്പെടുത്തുവാൻ വേണ്ട സജ്ജീകരണങ്ങൾ നിങ്ങൾ ഒരുക്കി വെക്കണം എന്ന് ഖുർആൻ നിർദ്ദേശിക്കുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ. അവിടെ തുർഹിബൂന ബിഹി അദുവല്ലാഹി വഅദുവക്കും, ആ പദം ഇന്നിപ്പോൾ ടെററിസം എന്നതിന് സമാനമായി അറബിയിൽ പ്രയോഗിച്ചു വരുന്ന പത്രങ്ങൾ എഴുതി വരുന്ന ഇർഹാബിയത്ത് എന്ന ആ പദത്തിന്റെ പ്രയോഗമാണ് ഖുർആൻ അവിടെ നടത്തുന്നത്. ടെററൈസ് എന്ന് പറഞ്ഞാൽ ഭീകരപ്രവർത്തനം നടത്തുക എന്ന് വാസ്തവത്തിൽ ആ വാക്കിന് പദപരമായ തർജ്ജമ ഇല്ലെന്ന് തോന്നുന്നു. വാസ്തവത്തിൽ ഇന്ന് ഒരു മുസ്ലിമിന്റെ പ്രതിച്ഛായയായി, ഒരു മുസ്ലിം പരിവേഷം അതിന്റെ പര്യായമായി ഈ വാക്കുകൾ അവസരത്തിലും അനവസരത്തിലും എല്ലാം പ്രയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് തീർച്ചയായും ഒരു ദുർഗതി തന്നെയാണ്. പലപ്പോഴും മുസ്ലിങ്ങൾ ഈ വിധത്തിൽ തെറ്റായ നീക്കങ്ങളിലേക്ക് വഴിനടത്തപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചരിത്രത്തിൽ പലപ്പോഴും അങ്ങനെ ഉണ്ട് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്ന സത്യസന്ധമായ ഉത്തരം. ശരിയല്ലാത്ത മതവിചാരവും ശരിയായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കേണ്ടുന്ന മതവിശ്വാസത്തിന്റെ മത അവബോധത്തിന്റെ അഭാവവും ആണ് യഥാർത്ഥത്തിൽ ഈ തീവ്രവാദ ചിന്തകൾക്ക് ആവേശവും സൈദ്ധാന്തികമായ അടിത്തറയും നൽകുന്നത്. നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, നാം ഉയർത്തിപ്പിടിക്കുന്ന വിശുദ്ധ വേദഗ്രന്ഥം ഖുർആൻ നൂറ്റാണ്ടുകളെ അതിജീവിച്ച് ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്നുറപ്പാണ്, ഒരിക്കലും ഒരു പരമത വിശ്വാസിയെ അസഹിഷ്ണുതയോടെ കാണാനോ അവന്റെ ആരാധനാ കേന്ദ്രങ്ങളെ ആക്രമിക്കുവാനോ അവന്റെ മൂർത്തികളെ ആക്ഷേപിച്ച് സംസാരിക്കുവാനോ അവന്റെ മതവിശ്വാസത്തെ അപകീർത്തിപ്പെടുത്തുവാനോ അവനെ ജനമധ്യത്തിൽ അവഹേളിക്കുവാനോ ഇസ്ലാം അതിന്റെ അനുയായികൾക്ക് അവകാശമോ അനുവാദമോ നൽകുന്നില്ല. അതേസമയം ഇസ്ലാമിന്റെ പ്രവാചകന്മാരായി ലോകത്ത് വന്ന പ്രവാചകന്മാർക്ക് ഒരാൾക്ക് പോലും ഈ സമൂഹത്തിന്റെ സമ്പൂർണമായ സമ്മതിയോ അംഗീകാരമോ സ്നേഹമോ പൂർണ്ണമായി ലഭിച്ചിട്ടുമില്ല. വിയോജിപ്പുകൾക്ക് നടുവിലൂടെ, എതിർപ്പുകൾക്ക് നടുവിലൂടെ ഇസ്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും വിയോജിക്കുന്നവരോടുള്ള ഭാഷ, വിയോജിക്കുന്നവരോട് സ്വീകരിക്കേണ്ട ശൈലി വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇസ്ലാം വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ തന്നെ ഒരു മതപ്രബോധന ഗ്രന്ഥമാണ്. فلذلك فادع واستقم كما أمرت وقل ولا تتبع أهواءهم وقل آمنت بما أنزل الله من كتاب وأمرت لأعدل بينكم الله ربنا وربكم لنا أعمالنا ولكم أعمالكم لا حجة بيننا وبينكم الله يجمع بيننا وإليه المصير. ഇങ്ങനെ ഒരു സൂക്തം ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകുമല്ലോ. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, ഫലിദാലിക് ഫദ്ഉ, ഈ മഹത്തായ സന്ദേശത്തിലേക്ക് അതുകൊണ്ട് തന്നെ നീ ദഅവത്ത് നടത്തുക, പ്രബോധനം ചെയ്യുക. വസ്തഖിം കമാ ഉമിർത, പക്ഷേ പ്രബോധക സമൂഹത്തിന്റെ, പ്രബോധകനായ വ്യക്തിയുടെ, പ്രബോധകനായ പ്രവാചകന്റെ, പരിഷ്കർത്താവിന്റെ,
പ്രബോധകനായ എഴുത്തുകാരന്റെ, പ്രസംഗകന്റെ, പ്രബോധകനായ ഖതീബിന്റെ, ഒരു മദ്രസാധ്യാപകന്റെ, ഒരു പള്ളി ഇമാമിന്റെ, ഒരു സംഘടനാ നേതാവിന്റെ ചുമതല എന്താണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വസ്തഖിം കമാ ഉമിർത. നിനക്ക് ലഭിച്ച ശാസന പോലെ, നിനക്ക് കിട്ടിയ കൽപ്പന പാലിച്ച് നീ മുസ്തഖീമാവുക. അവക്രമായി, യാതൊരു വളവും വളച്ചുകെട്ടുമില്ലാതെ, ഒന്നും ഒളിക്കാനോ മറച്ചു പിടിക്കാനും ഇല്ലാതെ നീ മുസ്തഖീമായി ജീവിക്കുക. അതിന്റെ പ്രാർത്ഥന ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർത്തു തരണമേ എന്നാണല്ലോ. അതുകൊണ്ട് നിന്റെ വിശ്വാസം നേരെയായിരിക്കണം, നിന്റെ വാക്കുകൾ നേരെയായിരിക്കണം, നിന്റെ പ്രവർത്തനങ്ങൾ നേരെയായിരിക്കണം, നീ തന്നെയും മുസ്തഖീമായിരിക്കണം. വലാ തത്തബിഅ അഹ്വാഅഹും, വിരോധികളുടെ, വിമതപക്ഷത്തിന്റെ, വിയോജിപ്പുകാരുടെ, മറ്റ് മനുഷ്യരുടെ, മതസ്ഥരുടെ, മറ്റ് സംഘടനകളുടെ താല്പര്യങ്ങളോ അവരുടെ അജണ്ടകളോ നീ ഒരിക്കലും അനുധാവനം ചെയ്യേണ്ടതില്ല. അവരുടെ താല്പര്യങ്ങൾക്ക് പിറകെ നീ പോകരുത്. നിനക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്, നിന്നെ നയിക്കുന്ന വിശ്വാസമുണ്ട്, നീ പ്രവർത്തിക്കേണ്ടുന്ന കർമ്മ മേഖലയുണ്ട്, നീ സ്വീകരിക്കേണ്ടുന്ന സംസ്കാരമുണ്ട്, നീ കൈക്കൊള്ളേണ്ട സ്വഭാവമുണ്ട്. അങ്ങനെ നീ പോണം. വഖുൽ, പക്ഷെ സമൂഹത്തോട് പറയേണ്ട ബാധ്യതയുണ്ട്. ആമൻതു ബിമാ അൻസലല്ലാഹു മിൻ കിതാബ്, അല്ലാഹു അവതരിപ്പിച്ച ഗ്രന്ഥത്തിൽ, ഖുർആനിൽ എനിക്ക് വിശ്വാസമാണ്. വ ഉമിർതു ലിഅദില ബൈനക്കും, നിങ്ങളോട് നീതി പുലർത്താൻ എന്നോട് അല്ലാഹു കൽപ്പിച്ചതാ എന്ന് സമൂഹത്തോട് പറയണം. ആമൻതു ബിമാ അൻസലല്ലാഹു മിൻ കിതാബ് വ ഉമിർതു ലിഅദില ബൈനക്കും, നിങ്ങളോട് നീതി പാലിക്കുവാൻ, ന്യായം പുലർത്തുവാൻ എന്നോട് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയണം. അല്ലാഹു റബ്ബുനാ വ റബ്ബുക്കും, അല്ലാഹുവാണ് ഞങ്ങളുടെയും നിങ്ങളുടെയും നാഥൻ. ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മഫലങ്ങൾ മാത്രമേ കാണൂ, നിങ്ങൾക്ക് നിങ്ങളുടേത് മാത്രമേ ഉണ്ടാകൂ എന്നതുപോലെ. ലാ ഹുജ്ജത ബൈനനാ വബൈനക്കും, നമുക്കിടയിൽ അനാവശ്യമായ തർക്കവിതർക്കങ്ങൾക്കോ ന്യായവാദങ്ങൾക്കോ പഴുതില്ല, ആവശ്യമില്ല. അല്ലാഹു യജ്മഉ ബൈനനാ, അല്ലാഹു നമ്മളെ ഒരുമിപ്പിക്കും ഒരു നാൾ. വഇലൈഹിൽ മസീർ, അവന്റെ അടുക്കലേക്ക് എത്തണമല്ലോ നമുക്ക്. ഇതാണ് ഒരു മതപ്രബോധകൻ എന്ന നിലക്ക് ഒരു മുസ്ലിമിന്റെ മനസ്സിൽ നിതാന്തമായിട്ടുണ്ടാകേണ്ടത്. ഉരുക്കിടുന്നു, മിഴുനീരിലിട്ടു മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി, മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ. ഉരുക്കിടുന്നു, മിഴുനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി, മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ. ഈ വാക്കുകൾ ഒരു മലയാള കവിയുടേത് മാത്രമാണ്. പക്ഷേ ഈ ആശയം ദൈവികമാണ്. അഥവാ ജീവിതത്തിന്റെ പ്രബോധന മുഹൂർത്തങ്ങളിൽ, ദഅവത്തിന്റെ ദുർഘട സന്ധികളിൽ, കടുത്ത പരീക്ഷണങ്ങൾ നേരിട്ട ഒരു പ്രസ്ഥാനത്തിന്റെ അനന്തരാവകാശികളായ സുഹൃത്തുക്കളുടെ, സഹോദരിമാരുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പരീക്ഷണങ്ങൾ ഒരിക്കലും ഒരു തീവ്ര ആദർശ പ്രസ്ഥാനത്തിന് എന്ന് പറഞ്ഞാൽ ആദർശത്തിൽ നെഞ്ചുറപ്പും കണിശതയുമുള്ള ആളുകൾക്ക് ഒപ്പിച്ചും അവർക്ക് കൂട്ടുനിന്നും വളച്ചൊടിക്കാൻ തയ്യാറില്ലാത്ത ഒരു സമൂഹത്തിന് തീർച്ചയായും പരീക്ഷണങ്ങളെ അതിജീവിക്കേണ്ടി വരും. ആ പരീക്ഷണങ്ങളിൽ പതറിപ്പോകാതെ, ഹൃദയം കുലുങ്ങാതെ ഉറച്ചു നിൽക്കേണ്ടത് നമ്മുടെ വിശ്വാസികളുടെ, മുസ്ലിങ്ങളുടെ ബാധ്യതയാണല്ലോ. ആണ് എങ്കിൽ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഏതോ മഹത്തായ പദവിക്ക്, മഹത്തായ ജീവിത യോഗത്തിന് നമ്മുടെ ഹൃദയത്തെ പാകപ്പെടുത്തുവാൻ. അങ്ങനെയല്ലേ? ആണ്. സാധാരണ സ്വർണം ആസിഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ചെമ്പ് മാറും, തങ്കം മാത്രം വേർതിരിയും.